ഹലോ, എല്ലാ കൂട്ടുകാർക്കും ലിയാസ് ഹോംലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളും നല്ല ഇൻട്രസ്റ്റിംഗും ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ ചില സമയത്തൊക്കെ പുറത്ത് പോകുമ്പോൾ നമുക്ക് പൈസ നോക്കാതെ ചില ഐറ്റംസൊക്കെ നമ്മൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വാങ്ങിക്കൂട്ടാറുണ്ട്. അങ്ങനെ കുറച്ചധികം കാശ് നമ്മുടെ ചിലവാകുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മണി സേവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് വരുമാനം കുറവാണെങ്കിലും ചിലവ് നമുക്ക് കൂട്ടാൻ പറ്റും. പക്ഷേ നമുക്ക് ചിലവ് കുറയ്ക്കാനാണ് ബുദ്ധിമുട്ടല്ലേ. അപ്പം നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ ഇനി അധികം വാങ്ങാതിരിക്കാനും ശ്രദ്ധിക്കാം. എങ്കിൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെയൊക്കെ ഫോണുകളിൽ ഇപ്പം പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ഒരുപാട് ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പുകൾ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. മീഷോ ആവാം, ഫ്ലിപ്കാർട്ട്, ആമസോൺ, അങ്ങനെ കുറച്ചധികം ആപ്പുകളുണ്ട് ഇപ്പം. അപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമ്മളൊന്ന് മ്യൂട്ട് ചെയ്തിടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് സെറ്റിങ്സിൽ പോകാം. അതിനുശേഷം നമുക്ക് നോട്ടിഫിക്കേഷൻ ഇടുക, എന്നിട്ട് ആപ്പ് സെറ്റിങ്സ് ഇടുക. എന്നിട്ട് നമുക്ക് ഇത് കണ്ടില്ലേ, ഇപ്പം മീഷോ ആവാം, ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇങ്ങനെയുള്ളതെല്ലാം നമുക്കൊന്ന് മ്യൂട്ട് ചെയ്തിടാം. ഇങ്ങനെ ആകുമ്പോൾ തന്നെ നമുക്ക് പകുതി തലവേദന കുറയും. ഇല്ലെങ്കിൽ നമ്മൾ ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും വേഗം പോയി എടുത്ത് നമ്മൾ അതൊക്കെ ഓർഡർ ചെയ്യാനുള്ളൊരു ടെൻഡൻസി വരും. പിന്നെ നമുക്ക് വേണമെങ്കിൽ അത്രമേൽ അത്യാവശ്യമുള്ളത് ആ ആപ്പ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ അങ്ങ് ഓർഡർ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓക്കെ, ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കിച്ചണിലോട്ട് പോകാം. കിച്ചണിൽ വന്നാൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് വെജിറ്റബിൾസ്, മീറ്റ്, ഫിഷ്, പ്രൊവിഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് ആദ്യം വെജിറ്റബിൾസിൻ്റെ നോക്കാം. വെജിറ്റബിൾസ് നമുക്ക് കൂടി വന്നാൽ ഒരാഴ്ചത്തേക്കുള്ളത് മാത്രമേ നമ്മൾ വാങ്ങാവൂ. എന്നുമൊക്കെ പുറത്ത് പോകുന്നവരാണെങ്കിൽ 2 കൂട്ടം അങ്ങനെയൊക്കെ മാത്രം മേടിച്ചാൽ മതി. ഇല്ലെങ്കിൽ മിക്കതും വേസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. മീനും ഇറച്ചിയും ഇങ്ങനെയുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ളത് മാക്സിമം 1-2 കൂട്ടം മാത്രം വാങ്ങി വയ്ക്കുക. ചിലർക്കൊരിതുണ്ട്, ഒരുപാട് ഐറ്റംസ് വാങ്ങി വയ്ക്കുക. അപ്പോൾ അത് ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കിതുപോലെ പ്ലാസ്റ്റിക് ജാറുകൾ വാങ്ങിക്കൂട്ടാൻ ചിലർക്കൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ കഴിയുന്നത് ഇതുപോലെ സെറാമിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ ബോട്ടിൽസ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. പ്രത്യേകിച്ച് പുളി, നെയ്യ്, പൊടി ഐറ്റംസ് ഇങ്ങനെയുള്ളതൊക്കെ ഗ്ലാസ് ബോട്ടിൽ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ ഇൻട്രസ്റ്റ് ആയിരുന്നപ്പോൾ വാങ്ങിയതാണ് ആ റവയൊക്കെ ഇട്ട് വെച്ചിരുന്ന പ്ലാസ്റ്റിക് ബോട്ടിൽ. ഇനി അതും കൂടെയൊക്കെ ഒന്ന് മാറിയാൽ മതി. അതുകൊണ്ട് കഴിയുന്നത് നമ്മൾ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഒരുപാട് വാങ്ങിച്ച് പൈസ കളയാതിരിക്കുക. ഇനിയിപ്പോൾ കുക്കറിൻ്റെ കാര്യം നോക്കാം. നമുക്ക് സാധാരണ ഒരു മീഡിയം ഫാമിലി, 3-4 അംഗങ്ങളുള്ള ഒരു ഫാമിലിക്ക് ശരിക്കും 2 കുക്കറിൻ്റെയൊക്കെ ഒരു ആവശ്യമുള്ളൂ വീട്ടിൽ. ചിലർ കുക്കറിൻ്റെയൊക്കെ ഭംഗി കണ്ടുകൊണ്ട് കൂടുതൽ വാങ്ങി കൂട്ടാനായിട്ട് ശ്രദ്ധിക്കും. അതൊക്കെ നമുക്ക് ഒരുപാട് പൈസ പോകുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അത്രമേൽ ചീത്തയായെങ്കിൽ മാത്രം നമ്മളത് മാറി പുതിയത് വാങ്ങാവൂ. ഇനി നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻസിൻ്റെ ഒക്കെ കാര്യം നോക്കാം. നമുക്ക് ഒരു വീട്ടിലേക്ക് കൂടി വന്നാൽ തുണി അലക്കാനായിട്ട് ഒരു ക്ലീനിങ് ഇത് വേണം, പിന്നെ ഡിഷ് വാഷ് ലിക്വിഡ് വേണം, ഫ്ലോർ ക്ലീനർ വേണം, പിന്നെ നമുക്ക് ടോയ്ലറ്റ് ക്ലീനർ വേണം. ഇങ്ങനെ 3-4 ഐറ്റംസ് മാത്രം മതി. പിന്നെ നമുക്ക് ഓൾ പർപ്പസ് സൊല്യൂഷൻ വേണമെങ്കിൽ ഒരെണ്ണം ഉണ്ടാക്കിയും കൂടെ വയ്ക്കാം. ഇതാകുമ്പോൾ നമുക്ക് കൗണ്ടർ ടോപ്പ്, ഗ്യാസ് ടോപ്പ് ഒക്കെ തുടയ്ക്കാൻ പറ്റും. വിനീഗറും ഡിഷ് വാഷ് ലിക്വിഡും കർപ്പൂരവും കൂടെ ചേർത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും മാത്രം മതി ഒരു വീട്ടിൽ ക്ലീനിങ്ങിന് വേണ്ടി. ഇല്ലെങ്കിൽ മാർക്കറ്റിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമ്മൾ കാണുമ്പം അതെല്ലാം വാങ്ങിക്കൂട്ടാനായിട്ട് ശ്രമിക്കും. ഇനി അടുത്തത് നോക്കാം. നമുക്ക് ഒരുപാട് പേർക്ക് ക്രേസ് ഉള്ളൊരു കാര്യമാണ് വാച്ചസ് എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ലേഡീസ് വാച്ചസ്. പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻസിനൊക്കെ ഇത് ഒരുപാട് ഇൻട്രസ്റ്റ് ആണ്. നല്ല ഷോ ഉള്ള വാച്ചൊക്കെ കാണുമ്പോഴത്തേക്കും വാങ്ങിക്കൂട്ടാനായിട്ട്. കാര്യം ഇതിന് ഒരുപാട് പൈസയൊന്നും ഇല്ലെങ്കിലും നമുക്ക് പല തുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഓരോന്നും വാങ്ങിക്കൂട്ടും. കൂടി വന്നാൽ 1-2 എണ്ണം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ശരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് കുട്ടികളെ കൂടെ നമ്മളൊന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. പിന്നെ അടുത്തത് വന്നിട്ട് നെയിൽ പോളിഷാണ്. നെയിൽ പോളിഷ് ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ട്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. നമുക്ക് പല കളേഴ്സ് കാണുമ്പോൾ വാങ്ങാനായിട്ടും ഡ്രസ്സിന് മാച്ചായിട്ടുള്ളത് അങ്ങനെയൊക്കെ എടുക്കാനും എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ഇനി ഇത് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. നമ്മളറിയാതെ നമ്മളിൽ നിന്ന് ഒരുപാട് പൈസ പോകുന്ന ഒരു ഐറ്റമാണ് ഈ നെയിൽ പോളിഷ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സ് വാങ്ങുക എന്നുള്ളതാണ്. ലെഹങ്ക, ലാച്ച, ഫുൾ ഫ്രോക്ക് ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമ്മൾ വാങ്ങിയാൽ കൂടി വന്ന ഒരു ഫംഗ്ഷൻ ഇടും, അല്ലെ 2 ഫംഗ്ഷന് മാക്സിമം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യത്തില്ല. പട്ടുസാരികളുടെ കാര്യവും ഇത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അടുത്തത് എനിക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാങ്ങിക്കൂട്ടാൻ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതുപോലെ ഹാൻഡ് ബാഗ് ആൻഡ് പേഴ്സസ്. നമ്മൾ കാണുമ്പോൾ ഇഷ്ടത്തോടെ വാങ്ങിക്കൂട്ടും. പക്ഷേ നമുക്ക് യൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണമായിരിക്കും നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വെറുതെ എടുത്ത് വെക്കത്തേ ഉള്ളൂ. എന്നാൽ ഇതിൻ്റെയൊക്കെ വിലയോ 1000 രൂപയോ കുറഞ്ഞത് എന്തായാലും നമുക്കൊരു പേഴ്സോ അല്ലെങ്കിൽ ഹാൻഡ് ബാഗോ കിട്ടത്തുമില്ല. അപ്പോൾ ഇക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കുറച്ച് പൈസയൊക്കെ ഒന്ന് സേവ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇനിയിപ്പോൾ സേവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ഒരുപാട് അധിക ചിലവ് കുറയ്ക്കാൻ പറ്റും.
ഇനിയിപ്പോൾ അടുത്തൊരു പ്രൊഡക്റ്റാണ് ബോഡി സ്പ്രേ. നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് നമുക്ക് കാണുമ്പം ഭംഗിയും അതിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ കൊണ്ട് നമ്മൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കൂടുതൽ ഇത് വാങ്ങാനായിട്ട് ശ്രമിക്കും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്, വീട്ടിൽ എല്ലാവർക്കും തന്നെ ഇഷ്ടമാണ്. ഇത് നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്ന അത്ര നല്ലതല്ല, പക്ഷേ നമുക്ക് അത്യാവശ്യത്തിന് 1-2 എണ്ണം വേണം. അതുകൊണ്ട് അങ്ങനെ മാത്രം വാങ്ങാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി അടുത്തൊരു പ്രൊഡക്റ്റാണ് റൂം ഫ്രഷ്നർ അല്ലെങ്കിൽ ബാത്റൂം ഫ്രഷ്നർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് നമ്മൾ നല്ല പൈസ കൊടുത്തൊക്കെ വാങ്ങി വയ്ക്കും, പ്രത്യേകിച്ച് ബാത്റൂമിലൊക്കെ നമ്മൾ വയ്ക്കും. പക്ഷേ ഇത് ശ്വസിക്കുന്നത് അത്ര നല്ലതല്ല, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ. ഇതിപ്പോൾ ഞാൻ കാണിക്കാനായിട്ട് ഒരെണ്ണം എടുത്തതേ ഉള്ളൂ, ഞാനിങ്ങനെ അത് വാങ്ങാറില്ല. ഇതിന് പകരം നമുക്ക് ബാത്റൂമിലൊക്കെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി വെച്ചാൽ മതി, നല്ലൊരു സ്മെല്ലും കിട്ടും. നമ്മളെ ബാത്റൂമിലുള്ള ആ ചീത്ത സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുത്തോളുകയും ചെയ്യും. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന കാപ്പിപ്പൊടി ഏതാണോ അത് ഒരു 1/2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. ഇനിയിപ്പം കാപ്പിപ്പൊടിക്ക് പകരം നമുക്ക് ഇതുപോലെ ബേക്കിംഗ് സോഡയിലേക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ കയ്യിൽ എസൻഷ്യൽ ഓയിലൊക്കെ നല്ല സ്മെല്ലുള്ളത് അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ബാത്റൂമിലൊക്കെ കൊണ്ട് വയ്ക്കാവുന്നതാണ്. നല്ല റിസൾട്ടാണ് ഇതിന്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടും നല്ലതാണ്, നമുക്ക് പണം അധികം ചിലവും വരില്ല. ഇനിയിപ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവാകുന്ന ഒരു കാര്യമാണ് ബ്യൂട്ടി പ്രൊഡക്ട്സ്. സ്കിൻ കെയറിന് വേണ്ടി മാർക്കറ്റിൽ ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്, നമ്മൾ പൈസ നോക്കാതെ അത് വാങ്ങാറുമുണ്ട്. അപ്പോൾ ഞാൻ ആകെപ്പാടെ വാങ്ങുന്നതാണ് ഒരു മോയ്സ്ചറൈസിങ് ക്രീമും, പിന്നെ നമ്മൾ ഷാമ്പു ആഴ്ചയിൽ 1-2 ദിവസം ഇതുപോലെ ഒരു ഷാമ്പും യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു പ്രൊഡക്റ്റാണ് ഇതുപോലത്തെ ഒരു സ്ക്രബ്ബ്. അതും ഏകദേശം 35-40 ആ ഒരു ഏജിൽ നമ്മളിത് യൂസ് ചെയ്യേണ്ടതാണ്. ഒരു ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിനൊക്കെ നല്ലതാണ് ഹിമാലയയുടെ ഒരു സ്ക്രബ്ബ്. ഇത് ഞാൻ ആഴ്ചയിൽ 1-2 ദിവസം യൂസ് ചെയ്യും. പിന്നെ പപ്പായയുടെ ഒരു ഫേസ് വാഷ്, ഇത് ഡെയിലി രാവിലെ ഒന്ന് വാഷ് ചെയ്യാനായിട്ട് മാത്രം. അപ്പോൾ ഇങ്ങനെയുള്ള 3-4 ഐറ്റംസ് മതി നമുക്ക് ശരിക്കും സ്കിൻ കെയറിന് വേണ്ടി. ശരിക്കും നമ്മൾ ധാരാളം വെള്ളമൊക്കെ കുടിക്കുകയാണെങ്കിൽ ഒരുപാട് സ്കിൻ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് പാർലറിലും പോയി ഒരുപാട് ക്യാഷൊന്നും ചിലവാക്കേണ്ട കാര്യവുമില്ല. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ടുള്ള ഒരു ഐറ്റമാണ് ആൽപ്സിൻ്റെ ഈ ഒരു റോസ്മെരി വാട്ടർ. ഇത് ഒരുപാട് പേര് ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ട് വന്നിട്ടുള്ളൊരു ഐറ്റമാണ്. അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊന്ന് വാങ്ങി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് നമുക്ക് ഉപയോഗിക്കാനും വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് സ്കാൽപ്പിലേക്ക് സ്പ്രേ ചെയ്താൽ മതി. നമ്മളിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഹെയർ വാഷ് ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല, നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കുഞ്ഞു കുട്ടി മുടി നമുക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഉണ്ടായി വരുന്നതായിട്ട് അറിയാനും പറ്റും. അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, നല്ല റിസൾട്ട് കണ്ടു തുടങ്ങിയ ഒരു പ്രൊഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പ്രൊഡക്ട്സിന് വേണ്ടി ഒരുപാട് ക്യാഷ് ചിലവാക്കേണ്ട, ഇങ്ങനെ 1-2 ഐറ്റം മാത്രം മതിയാവും. ഇനി നമുക്ക് പുറത്ത് പോകുമ്പോഴൊക്കെ കാണുമ്പം ഒരുപാട് ഇഷ്ടത്തോടെ നമ്മൾ വാങ്ങിക്കൂട്ടുന്നതാണ് ഇതുപോലെ ഹോം ഡെക്കർ ഐറ്റംസ്. അതും നമുക്ക് ഒരുപാട് ക്യാഷ് ചിലവാകുന്ന ഒരു സംഗതികൾ തന്നെയാണ്. ഡെക്കർ ഐറ്റംസ് വേണം, എങ്കിലും മിനിമലൈസ് ചെയ്ത് നമ്മളത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാണുന്നതെല്ലാം വാരിക്കൂട്ടി നമ്മുടെ വീടിൻ്റെ ലുക്ക് തന്നെ മാറിപ്പോകും, ആകെപ്പാടെ അലങ്കോലമായിട്ട് തോന്നും. അതുകൊണ്ട് വളരെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും വളരെ ലഘുവായിട്ട് ചെറിയ ഐറ്റംസൊക്കെ കൂടുതലും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് ക്യാഷൊക്കെ കുറച്ചൊക്കെ ഒന്ന് നമുക്ക് ചിലവ് ചുരുക്കാൻ പറ്റും. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ബേക്കറി ഐറ്റംസ്. കുട്ടികളൊക്കെയുള്ള വീട്ടിൽ പ്രത്യേകിച്ച് ബേക്കറി ഐറ്റംസ് നമ്മൾ ഒരുപാട് വാങ്ങിച്ചിങ്ങനെ വെക്കാറുണ്ടല്ലേ. ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് എന്താ വാങ്ങണ്ടേന്ന് അറിയത്തില്ല, അതുപോലെ കൺഫ്യൂഷനാണ്. ഓരോരോ ഐറ്റംസ് നമുക്ക് കൺട്രോളില്ലാതെ നമ്മൾ വാങ്ങിക്കൊണ്ടുവരും. പക്ഷേ അങ്ങനെ വാങ്ങുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കൂടി വന്ന ഒരു 3-4 ഐറ്റംസ് അത് തീർന്നതിന് ശേഷം നമ്മൾ അടുത്തത് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഒരു ഐറ്റം പൊട്ടിച്ചിട്ട് അത് അവിടെ പകുതി വെച്ചിട്ട് കുട്ടികളൊക്കെ എടുക്കുന്നെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ അത് ഉപയോഗിക്കത്തില്ല, അടുത്ത ഐറ്റം പൊട്ടിക്കും. അങ്ങനെ നമുക്ക് അതും ഒരുപാട് വേസ്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ബേക്കറി ഐറ്റംസ് നമ്മൾ വാങ്ങുമ്പം കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും ഇഷ്ടപ്പെട്ടു, യൂസ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉള്ള കാശ് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് മാത്രം ഐറ്റംസ് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കാനായിട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കുട്ടികളെ കൂടി അതൊക്കെ ഒന്ന് ശീലിപ്പിക്കുക. വാങ്ങാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരവിനെക്കാട്ടും കൂടുതൽ ചിലവേ ഉള്ളൂ, കാര്യം എല്ലാം വാങ്ങാൻ നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം.